النافع والعمل الصالح ويرزقنا الإخلاص بالقول والعمل. നമുക്കൊന്ന് നമ്മൾ ആദ്യം മെസ്സേജ് അയച്ചിട്ടാൽ മതിയായിരുന്നു. 9:05 സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പല ആൾക്കാരും വോയിസ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റായി പോയിട്ടോ. ഖദ്ദറല്ലാഹ്. അപ്പം നമ്മൾ പിന്നെ അൽഹംദുലില്ലാഹ് വിശദീകരിച്ചു വരുന്നത് ഉസൂലു സഅദത്തി സൗജിയ എന്ന് പറയുന്ന ഗ്രന്ഥമായിരുന്നു. അൽഹംദുലില്ലാഹ് നമ്മൾ അത് വായിച്ചു. ഏകദേശം 3ഓളം അടിസ്ഥാനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ ഫോൺ ഓപ്പൺ ആക്കിയപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ട. അത് പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അത് പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പം അത് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ വലിയ കമറോ ശംസോ എന്തോ വലിയൊരു പദവിയുള്ള ഒരാൾ വന്നിരുന്ന് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അയാളുടെ കയ്യിൽ ലഭിച്ചു എന്ന് പറയുന്ന പച്ചക്കളവ്, ഒന്നാമത്തെ കളവ്, അത് ഏതാണ്ട് കുറേ വർഷങ്ങളായിട്ട് അയാളെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ആ കയ്യിലുള്ള ആ മുടി ഇപ്പം ഏകദേശം ആദ്യം ലഭിച്ചതിനേക്കാൾ എന്തുണ്ടായിട്ടുണ്ട്, വലുതായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. നമുക്ക് ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് അത് വലുതായി എന്ന് അയാൾ പറയുന്നത്. അയാൾക്കത് പറയാൻ കണ്ട സമയത്താണ് ഏത് നേരമാണ്, ഇനി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം എന്ന് പറയുന്ന റസൂലിനോ സഹാബത്തിനോ താബിഈങ്ങൾക്കോ അത്ബാഉ താബിഈങ്ങൾക്കോ 4 ഇമാമുമാർക്കോ അതിനുശേഷം വന്ന ഏറ്റവും ശ്രേഷ്ഠതരായ പണ്ഡിതന്മാർക്കോ അറിയാത്ത ഏറ്റവും വലിയ വലാലത്തിൻ്റെ ബിദ്അത്തിൻ്റെ മാർഗത്തിലുള്ള ആളുകൾ നടത്താൻ പോകുന്ന നബിദിനത്തിൻ്റെ ആ ഒരു സമയത്ത് സന്ദർഭത്തിൽ അയാൾ വന്നിരുന്ന് പറയാണ് എന്ത്, റസൂലിൻ്റെ മുടി ഇത്ര സെൻറ്റിമീറ്റർ വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ വേറെ റസൂലിൻ്റെ എന്താണ് ഉമിനീര് കലർന്ന വെള്ളം ഉണ്ട് അത്ര. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് ഇവരുടെ തട്ടിപ്പ്. ഇത്രയും ആളുകളെ മുമ്പിൽ വന്നിരുന്ന് ഇത്രയും വലിയ പ്രായമായിട്ടും അയാൾക്ക് മാറ്റമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകളിൽ ഇവിടെ ആകെ ബാക്കിയുള്ള കാര്യം എന്താ? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മാത്രമാണ്. വല്ലാഹി അത് മാത്രമേ ബാക്കിയുള്ളൂ. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്ഥാനത്തോടുകൂടി റസൂലിൻ്റെ വസ്ത്രങ്ങളോ മുടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എന്തില്ല, ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. പിന്നെ എവിടുന്നാണ് ഇയാൾക്ക് കിട്ടിയ മുടി? ഇതിൻ്റെ സനത് പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്? എന്തുകൊണ്ടാണ് APKയും പിരിഞ്ഞത്? ഏത് വിഷയത്തിലാണ്? ഇതൊക്കെ നമ്മൾ അറിയണം സഹോദരങ്ങളെ. കാരണം നമ്മൾ സെലഫികളാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തല്ല, ഒരിക്കലും അടിഞ്ഞിരിക്കേണ്ട ആളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാളിത് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഇയാൾക്ക് അവരുടെ മുമ്പിൽ എന്തുണ്ട്, സ്ഥാനമുണ്ട്. അവർ പാവങ്ങൾ സാധാരണക്കാരാണ്. ഇയാൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്താ? അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക എന്നുള്ളത്. ഇഖ്ലാസോട് കൂടി നമ്മൾക്ക് പറ്റുന്നത് പോലെ, ഒരു എഴുത്താണെങ്കിൽ ഒരു എഴുത്ത്, അല്ലെങ്കിൽ നമ്മളെ കണ്ട് ആകുന്ന ഒരു വോയിസ് ആണെങ്കിൽ ഒരു വോയിസ്, അത് അയച്ചെങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കണം. വല്ലാഹി നമ്മളത് സഹായിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെ സെലഫികളാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഇതെനിക്കിവിടെ പറയണമെന്ന് തോന്നി, ഇത് കണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവുന്നത് പോലെ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ആളുകൾ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദീന് ഹക്ക് മനസ്സിലാക്കിയ ആളുകൾ അതിൻ്റെ ഗൗരവം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ ഖുതുബയിലും പറയുന്ന കാര്യം എന്താ? കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തുകളും ളലാലത്താണെന്ന് പറഞ്ഞിട്ടാണ് റസൂൽ അവിടുത്തെ ഖുതുബ തുടങ്ങാറുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബാധ്യതകൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ്റെ ദീനിനെ സഹായിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മൾ 3 അടിസ്ഥാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് അൽ അസ്ലു റാബിഅ, എന്താണ്? 4ാമത്തെ അസ്ലാണ്, അഥവാ 4ാമത്തെ അടിസ്ഥാനാണ്. എന്താണ്? അദാഉൽ ഹുഖൂഖി വൽ ബുഅദി അനിൽ മുമാതലതി വൽ ഖിദാ. എന്താണ്? കൃത്യമായി നമ്മൾ ഭാര്യക്കും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനും കൊടുക്കേണ്ടതായ ഹക്കുകളുണ്ട്, അവർക്ക് കിട്ടേണ്ടതായ ബാധ്യതകളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് നൽകണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ വഞ്ചന കാണിക്കാനോ അല്ല എങ്കിൽ അതിനെ നീട്ടിവെക്കാനോ പാടില്ല. അത് ഇൻഷാ അല്ലാഹ് നീട്ടിവെക്കാൻ പാടില്ല എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളത് വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകും.
ഷെയ്ഖ് പറയാണ്, ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നന്നായ ജീവിതം നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന കാര്യമാണ് എന്ത്? അദാ ഉൽ ഹുഖൂഖിൽ മുഖ്തലിഫ. എന്താണത്? നമ്മൾ കൊടുക്കേണ്ടതായ ബാധ്യതകൾ അല്ലെങ്കിൽ ഹക്കുകൾ എന്ത് ചെയ്യുക? അത് കൃത്യമായി കൊടുക്കുക എന്നുള്ളത്. അത് എന്താണ്? നമ്മൾ ഇരുവരും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടേണ്ടതായാലും ശരി, അത് കൃത്യമായി എന്ത് ചെയ്യണം? കൊടുക്കണം, അല്ലെങ്കിൽ അത് അവർക്ക് നൽകണം. ഷെയ്ഖ് പറയാണ്, നമ്മൾ ഇന്ന് കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പം എന്നുള്ളത് ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അലസതയോ അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ എന്ത് നടക്കുന്നില്ല? ബാധ്യതകൾ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? സൗഭാഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് തൊട്ട് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയാണ്, നിങ്ങളെ ഭാര്യമാർ നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർക്കെതിരെ തിരിയാനോ അതുപോലുള്ള കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ പല ദർസുകളിലും പറയുന്ന കാര്യമാണ്, അള്ളാഹിന്റെ റസൂല് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഈ അള്ളാഹിന്റെ റസൂല് പറയുകയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും എന്തല്ല, ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്ന ആൾ നിങ്ങളോട് വന്ന് പറയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലും ഖത്തീബ് പറയുന്ന കാര്യമല്ല. നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ നിന്നുകൊണ്ടിതാ അള്ളാഹിന്റെ റസൂല് പറയുകയാണ് എന്ന ചിന്തയിൽ നിങ്ങൾ അത് കേൾക്കണം. ഒരിക്കലും എന്തല്ല ഇത് മിമ്പറിൽ കയറി നിന്ന് പറയുന്ന ആളുകൾ പറയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾ വന്ന് പറയുന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ എന്താണ്? റസൂലിന്റെ വാക്കുകൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ആൾ മാത്രമാണ്. അപ്പൊ ഇതിന്റെ ഗൗരവം നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇതാ അള്ളാഹിന്റെ റസൂല് പറയുന്ന കാര്യമാണ്, അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ഖാ. ഇതാ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലി നിസാഇക്കും അലൈക്കും ഹഖ്ഖാ. നേരെ തിരിച്ചു എന്തുണ്ട്? അഥവാ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ബാധ്യതകൾ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ ഹദീസിൽ വ്യക്തമായ തെളിവുണ്ട്. എന്ത്? നമ്മൾ ഇരുവരും, ഭാര്യയായാലും ഭർത്താവായാലും, നമ്മൾ നമ്മുടെ ഹുക്കൂക്കുകൾ, നമ്മുടെ ബാധ്യതകൾ അത് അവർക്ക് കൊടുക്കണം. അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? എന്തൊക്കെ അവരുടെ ബാധ്യതകൾപ്പെട്ട കാര്യം എന്താണ്? ഒന്നാമത് തുടങ്ങുന്നത് തന്നെ ഒരു ബാധ്യതയുടെ മേലാണ്. ഏതാണത്? മിനൽ മഹരി. ഒന്നാമത്തേത് സ്ത്രീകൾക്ക് കിട്ടേണ്ട കാര്യം എന്താണ്? അത് മഹറാണ്, അല്ലേ? മഹർ കൊടുക്കണം. അത് കൊടുക്കണം. അത് അവർക്ക് കിട്ടേണ്ട ഹക്കാണത്. അഥവാ സ്ത്രീകൾക്ക് കിട്ടേണ്ട ഹക്കാണ് മഹർ എന്നുള്ളത്. അതിന്മേൽ തുടങ്ങിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് അവർക്ക് ലഭിക്കേണ്ടതായ പല ഹുക്കൂക്കുകളുണ്ട്, പല ഹക്കുകളുണ്ട് അവർക്ക് ലഭിക്കേണ്ടതായത്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? വസ്സുക്കന, അവർക്ക് നല്ലൊരു പാർപ്പിടം അത് നൽകണം, അത് അവർക്ക് ലഭിക്കേണ്ട ഹക്കാണ്. വൽ അദ്ലു ഫിൽ ഖസ്ം, എന്താണ്? നമ്മൾ ഓരോ ദിവസവും വീതിക്കുന്നതിൽ, അഥവാ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് എങ്കിൽ ആ ഒന്നിൽ കൂടുതൽ ഭാര്യമാർക്ക് നമ്മൾ 7 ദിവസം എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 3 ഭാര്യമാരുണ്ട് എങ്കിൽ ആ 3 ഭാര്യമാർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവർക്ക് ദിവസങ്ങൾ വീതിക്കണം. അതവരോടുള്ള നീതിയാണ്. ചില ഭാര്യമാരുടെ അടുത്ത് 4 ദിവസം നിൽക്കുക, ചില ഭാര്യമാരുടെ അടുത്ത് 2 ദിവസം, ചില ഭാര്യമാരുടെ അടുത്ത് 1 ദിവസം. പറ്റുമോ? ഒരിക്കലും പാടില്ല. അത് ദുൽമാണ്. മറിച്ച് ആ വിഷയത്തിലും നമ്മൾ നീതി കാണിക്കണം. അതുപോലെ തന്നെ ഭാര്യമാർ അവർ ഭർത്താക്കന്മാരെ നന്മയിൽ അനുസരിക്കണം, നേരെ തിരിച്ചും. അതുപോലെ തന്നെ അവരോട് അനുവാദം ചോദിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഭാര്യമാരാണെങ്കിൽ. അതുപോലെ തന്നെ നന്മകളിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ലഭിക്കേണ്ടതായ ഹക്ക് കൊടുക്കണം. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ പറയുന്ന ഒരു ഹദീസാണ്. എല്ലാ ആളുകളും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചേക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അയ്യുമാ റജുലിൻ തസവ്വജ ഇംറഅതൻ അലാ മാ ഖല്ല മിനൽ മഹരി ഔ കസുർ. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ വിവാഹം ചെയ്തു, അവന്റെ മഹർ അത് വലിയ മഹറാണെങ്കിലും ചെറിയ മഹറാണെങ്കിലും അവൻ എന്ത് ചെയ്തു? ഒരു കല്യാണം ചെയ്തു. ലൈസ ഫീ നഫ്സിഹി അൻ യുഅദ്ദിയ ഇലൈഹ ഹഖഹ ഖദഅഹ ഫമാത് ഫലം യുഅദ്ദി ഇലൈഹ ഹഖഹ. എന്താണ്? അവൻ ആ വിവാഹം ചെയ്തിട്ട്
അവൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ടതായ ഹക്കുകളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അവളെ വഞ്ചിച്ചു, എന്നിട്ട് മരിക്കുകയാണെങ്കിൽ എന്താണ് അവൻ്റെ അവസ്ഥ? ലഖിയല്ലാഹ യൗമൽ ഖിയാമത്തി വഹുവ സാനിൻ. അവൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ഏതവസ്ഥയിലാണ് കണ്ടുമുട്ടാന്നറിയോ? നോക്ക്, അള്ളാഹുവിന്റെ റസൂല് പറയാണ് വഹുവ സാനിൻ, അവൻ വ്യഭിചരിച്ചവനെ പോലെ അല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരുത്തന്റെ അവസ്ഥയിലാണ് അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുക എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹിന്റെ റസൂല് പറയാണ് നമ്മൾ നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ടതായ ഹക്കുകൾ കറക്റ്റ് കൊടുത്തില്ല എങ്കിൽ, കൃത്യമായി നമ്മൾ അത് കൊടുത്തിട്ടില്ല എങ്കിൽ, നാളെ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അവസ്ഥ എന്താണ്? അള്ളാഹിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വ്യഭിചാരിയായ അവസ്ഥയിലാണ് അള്ളാഹിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. നോക്ക് സഹോദരങ്ങൾ, എന്നിട്ട് ശേഖ് പറയാണ് ഈ ഹദീസിൽ വ്യക്തമായ വഈദ് ഉണ്ട്, അഥവാ താക്കീത് ചെയ്യുകയാണ്. ആരെങ്കിലും തൻ്റെ ഭാര്യമാരെ വഞ്ചിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായ അല്ലെങ്കിൽ എന്തെങ്കിലും ഷർത്തുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്തെങ്കിലും നിബന്ധനകൾ അത് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും മഹർ ഞാൻ ഇത്ര നൽകാം എന്ന് പറയുകയും എന്നിട്ട് അത് കൃത്യമായി കൊടുത്തില്ല എങ്കിൽ, അതുപോലെ തന്നെ സൽസ്വഭാവത്തിൽ പെരുമാറുന്നില്ല, അവരുടെ വിഷയത്തിൽ അലംഭാവാണ്, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടു ജോലിക്കാരെ പോലെ കാണുക, അവർക്ക് കൊടുക്കേണ്ടതായ ഹക്കുകൾ കൊടുക്കാതിരിക്കുക, വസ്ത്രം കൊടുക്കാതിരിക്കുക എന്ന രൂപത്തിലാണ് നമ്മളെ പെരുമാറ്റമെങ്കിൽ, സഹോദരങ്ങൾ, അള്ളാഹിന്റെ റസൂല് പറയുകയാണ് ലഖി അല്ലാഹ്, അള്ളാഹിനെ നാളെ കണ്ടുമുട്ടുക ഏതവസ്ഥയിലാണ്? വ്യഭിചരിച്ച അല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരു വ്യക്തി എങ്ങനെയാണ് അള്ളാഹിനെ നാളെ കണ്ടുമുട്ടുക? ആ അവസ്ഥയിലാണ് എന്ന് പറയുകയാണ്. ഇത് ഇത്രയും പറഞ്ഞത് ആണുങ്ങളുടെ വിഷയത്തിലാണ്. ഇനി നേരെ തിരിച്ചോ? നേരെ തിരിച്ചു അങ്ങനെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് വലാ തജിദു ഇംറഅത്തുൻ ഹലാവത്തൽ ഈമാനി ഹത്താ യുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ഇതാ, ഒരു സ്ത്രീയും അവൾക്ക് അവളുടെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എപ്പോഴല്ലാതെ അവളുടെ ഭർത്താവിന് കൊടുക്കേണ്ടതായ ഹക്കുകൾ അത് നിറവേറ്റിയാലല്ലാതെ ഒരു സ്ത്രീക്ക് അവളുടെ റബ്ബിന്റെ അല്ലെങ്കിൽ അവൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഷേഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. എന്താണ് ചോദ്യം? ഒരു സ്ത്രീയാണ് ചോദിക്കുന്നത്, അഥവാ ഞാൻ നല്ല ഈമാനുള്ള അവസ്ഥയിലായിരുന്നു, ഞാൻ വിവാഹം ചെയ്തതിന് ശേഷം എനിക്ക് ആ പണ്ടത്തെ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഷേഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം കൊടുത്ത മറുപടി, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു മറുചോദ്യം ചോദിക്കാണ്, നീ നിന്റെ ഭർത്താവിനോട് എങ്ങനെയാണ് നിന്റെ പെരുമാറ്റം? ഷെയ്ഖിന്റെ ഫിഖ്ഹ് നോക്കണം, ഷെയ്ഖിന്റെ അറിവ് നോക്ക്, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ആ ഒരു ഇൽമ് നോക്ക്. ഷെയ്ഖ് നേരെ ചോദിച്ച എന്താണ്? നിന്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റം എന്താണ്? അപ്പൊ ആ സ്ത്രീ പറയാണ്, ഞാൻ എൻ്റെ ഈമാന്റെ കാര്യം പറയുമ്പോൾ ഷെയ്ഖ് എന്താണ് എൻ്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിനെ പറ്റി ചോദിക്കുന്നത്? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചില ആളുകളെങ്കിലും പറയാറില്ല, ഞാൻ ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുന്നേ പൊതുവേ പറയപ്പെടാറുള്ള കാര്യമാണ്, നല്ല ഈമാനികപരമായ അവസ്ഥയിലായിരുന്നു, പക്ഷെ കല്യാണത്തിന് ശേഷം എന്തെന്നറിയില്ല, പണ്ടത്തെ ഒരു ഈമാന്റെ മാധുര്യം ലഭിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വന്തത്തൊന്ന് നല്ല രൂപത്തിൽ ഇഖ്ലാസോടുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഹിസാബ് ചെയ്യുക, ഒന്ന് വിചാരണ ചെയ്ത് നോക്കുക, ഞാൻ എൻ്റെ ഭർത്താവിനോട് എങ്ങനെ. പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു ഭാവി ഷെയ്ഖ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം തന്നെ എന്താണെന്നറിയോ? ഇവിടെ ഇപ്പം എന്ത് ചെയ്യാണ്? ഫെമിനിസം പോലെയുള്ള കാര്യം, അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ എന്താണ് ധാരാളമായി വ്യാപിച്ചത് കൊണ്ട് തന്നെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും എന്താണ്, അല്ലെങ്കിൽ എല്ലാവരും കരുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഭർത്താവിന് കീഴൊതുങ്ങൽ അത് അടിമത്താണ് എന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്? സ്ത്രീകളുടെ മനസ്സിൽ ആൾക്കാർ ഇട്ട് കൊടുക്കുകയാണ്. നേരെ തിരിച്ചും പുരുഷന്മാരുടെ മനസ്സിലും എന്താണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ വരച്ച വരയിൽ നിൽക്കേണ്ട ആളുകളാണ് ഭാര്യ എന്ന് പുരുഷന്മാരുടെ മനസ്സിലും സ്ത്രീകളുടെ മനസ്സിലും ഈ രൂപത്തിലുള്ള ചിന്താഗതി വന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും അവസ്ഥ? നോക്ക് നിങ്ങൾ, ഇവിടെ ഷെയ്ഖ് പറയുന്ന രണ്ടാളോടുമാണ്, ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് വരുന്നത് വളരെ നമുക്ക് ഉപകാരപ്പെടും. അതിന് തൊട്ട് ഷെയ്ഖ് കൊടുത്ത ബാബ് സുബ്ഹാനല്ലാഹ്, ഷെയ്ഖിന്റെ തർത്തീബ് അത്രയും മനോഹരാണ്, ഹഫിളഹുല്ലാ. ഷെയ്ഖ് തൊട്ടടുത്ത് കൊടുക്കുന്നത് വിനയാണ്. അത് ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പറയാം. അലാ കുല്ലി ഹാൽ ഇവിടെ എന്താ പറയുന്നത്? ഭർത്താവിനോടുള്ള ഹക്ക് ഒരു ഭാര്യ കൊടുത്തില്ല എങ്കിൽ അവള് ഈമാന്റെ മാധുര്യം ആസ്വദിക്കില്ല. നേരെ ആണുങ്ങളുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യക്ക് കൊടുക്കേണ്ട ഹക്ക് ഒരു ഭർത്താവ് കൊടുത്തില്ലെങ്കിൽ അവൻ വ്യഭിചാരിയായി കാണും. നോക്ക്, ഇത് പൊതുവേ പറയപ്പെടാറില്ല. ആണുങ്ങളുടെ വിഷയം എന്താണ്? സ്കുത്ത്,
അല്ലെങ്കിൽ മുണ്ടാട്ടം മുട്ടിയ പോലെയാണ്. ആണുങ്ങളുടെ വിഷയത്തിൽ എപ്പോഴും സ്ത്രീകളോട് മാത്രം നീ അങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം എന്ന് സമൂഹം പറഞ്ഞതിനാൽ തന്നെ എന്താണ്, സ്ത്രീകളിൽ ചില ആളുകൾ തന്നെ കല്യാണം കഴിക്കാൻ മുന്നോട്ടേക്ക് വരുന്നില്ല. ഇത് സത്യമാണ്, ഇത് സത്യമായ കാര്യമാണ്. നേരെ തിരിച്ചുകൊണ്ട് ഈ ഹദീസ് ഇതിന് മുന്നേ കേട്ട എത്ര ആൾക്കാരുണ്ടാവും, സത്യസന്ധമായിട്ട് പറയാം. അഥവാ ഭാര്യയോട് കൊടുക്കേണ്ട, അലൈഹി സ്വലാം വറഹ്മത്തുള്ളാഹി, ഭാര്യക്ക് കൊടുക്കേണ്ടതായ ഹക്കുകൾ കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ വ്യഭിചരിച്ച ഒരുത്തനെ പോലെയാണ് കണ്ടുമുട്ടാന്ന് ഈ ഹദീസ് മുന്നേ കേട്ട എത്ര ആൾക്കാരുണ്ടാവും? സത്യസന്ധമായിട്ട് പറഞ്ഞേ. ഇതിൽ മുന്നേ കേട്ടാൽ ഞാൻ നിങ്ങളെ എൽമിനെ അളക്കുന്നില്ല, വല്ലാഹി അല്ല. ഇത് സത്യസന്ധമായി പറയണം. മുന്നേ ഈ ഹദീസ് കേട്ട എത്ര ആൾക്കാരുണ്ടാവും? മുന്നേ കേട്ട ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ പറഞ്ഞ 2 ഹദീസിന്റെ റെഫറൻസ്, ഈ ഹദീസ് ഉണ്ടല്ലോ, വലാ തജിദു, എന്താണ് ഇത് കാണാൻ സാധിക്കൂല എന്ന് പറഞ്ഞത്, ഈമാന്റെ ഇതിപ്പോ മറ്റേ ഒറ്റ മിനിറ്റ് ആ ഹദീസിന്റെ റെഫറൻസ് പറഞ്ഞുതരാം. ആ ഹദീസ് കേട്ടത് ഇപ്പോൾ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒറ്റൊരാളാണ് കേട്ടത്. നോക്ക്, ആ ഭർത്താവിന്റെ പറയുന്ന ഹദീസ് കേട്ടത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ. എന്നാൽ നേരെ തിരിച്ചു ചോദിക്കട്ടെ, 2 ആൾക്കാർ കാണുന്നില്ല, 2, 3, 4, ഇതിൽ 4 ആൾക്കാരാണ് പൊന്തിച്ചത്. ഇതിൽ നമ്മൾ 44 ആളുള്ളതിൽ 40 ആളും ഏത് ഹദീസ് കേട്ടിട്ടില്ല? ഭർത്താക്കന്മാർ വിഷയത്തിലില്ല. നേരെ ഓപ്പോസിറ്റ് ഞാൻ ചോദിക്കട്ടെ, നേരെ ഓപ്പോസിറ്റ് ചോദിക്കാണ്, മറ്റേ ഹദീസ് കേട്ട എത്ര ആൾക്കാരുണ്ട് ഭാര്യ ഈമാന്റെ മാധുര്യം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, ഞാൻ എണ്ണുന്നില്ല, കസീർ, ധാരാളം ആളുകളുണ്ട്. ഇതാണ് അവസ്ഥ. ഇതിനെ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട് ഹദീസിന്റെ റെഫറൻസ്. ഒന്നാമത്തെ ഹദീസിന്റെ റെഫറൻസ് ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കിതാബുൽ ബിർരി വസ്സില, ഹഖു സൗജി അല സൗജ എന്ന് പറയുന്ന ആ ബാബിൽ ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് ഏതാണ്? ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജം സഗീർ അതിൽ ഉദ്ധരിക്കുന്നതാണ്. എന്താണ് ഈ ഹദീസ്? ഇമാം അൽബാനി റഹിമഹുല്ല അദ്ദേഹം സഹീഹാക്കിയ ഹദീസാണ്. അഥവാ നാളെ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ വ്യഭിചാരിച്ച ഒരുത്തന്റെ അവസ്ഥയിലാണ് എന്ന് പറയുന്ന ഹദീസ്. വ്യക്തമല്ല അഖി? ചോദിച്ച ആള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ബറക്കല്ലാഹു ഫീക്കും. നമുക്ക് ചോദ്യങ്ങൾ അവസാനത്തിലാക്കുന്നതായിരിക്കും നല്ലത്. ആ ഹദീസ് സ്വഹീഹാണ് അഖി. ബറക്കല്ലാഹു ഫീക്കും. സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന ഹദീസ്. ആരെങ്കിലും മഖ്ലൂക്കുകളിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നെങ്കിൽ അത് ഭർത്താക്കന്മാരോട് പറയുന്ന പറയുന്ന ഹദീസ് സ്വഹീഹാണ്. ബറക്കല്ലാഹു ഫീക്കും. തയ്യിബ്. ഇനി അടുത്ത ഹദീസിൽ നോക്ക്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എൻ്റെ ആത്മാവ് അവന്റെ കയ്യിലാണ്, അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹു തന്നെ സത്യം. ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹ, ഇവിടെ റബ്ബ് കൊണ്ടുള്ള ഉദ്ദേശം തന്റെ ഭർത്താവിനോടുള്ള ബാധ്യത. അഫ്വൻ, ഇവിടെ റബ്ബ് കൊണ്ടുള്ള ഉദ്ദേശം റബ്ബ് തന്നെയാണ്. അഫ്വൻ അത് മാറിപ്പോയതാണ്. ഒരുത്തൻ അവന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കുകയില്ല അവന്റെ ഭാര്യയോടുള്ള ഹക്ക് പൂർത്തിയാക്കിയാലല്ലാതെ. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ്. അഥവാ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയാലല്ലാതെ തന്റെ റബ്ബിനോടുള്ള എന്ത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല? ഹക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. വ്യക്തമല്ലേ? എന്നിട്ട് പറയാണ്, വലൗ സഅലഹ നഫ്സഹ വഹിയ അലാ ഖതബിൻ ലം തംനഅഹു, അവൾ ഖതബിന് മുകളിലാണുള്ളത്. ഖതബ് എന്താന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഖതബിന് മുകളിലാണുള്ളതെങ്കിൽ കൂടി അവളോട് പ്രാപിക്കാൻ വേണ്ടി ഭർത്താവ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? അവള് തടയാൻ പാടില്ല. എന്താണ് ഖതബ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വിശദീകരണം വരും. ചുരുക്കി പറഞ്ഞാല് വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കൂടി ഭർത്താവ് എന്ത് ചെയ്യാണ്? ഇത് ഭർത്താക്കന്മാർ തെറ്റി മനസ്സിലാക്കരുത്. ഭർത്താക്കന്മാർ ഒരിക്കലും തെറ്റി മനസ്സിലാക്കരുത്. പ്രയാസപ്പെട്ടാലും ഭാര്യയോട് അതുപോലുള്ള ആവശ്യങ്ങൾക്ക് ചോദിക്കാനുള്ള ലൈസൻസ് അല്ല ഇത്. മറിച്ച് ഭാര്യ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അഥവാ നമ്മളെ ഭാര്യമാരോട് ഹക്കുകൾ ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. ഭർത്താക്കന്മാരോടുള്ള ഹക്ക് അത് വളരെ വ്യക്തമാക്കി നമ്മൾ ഏത് അവസ്ഥയിലും ചെയ്യണം എന്നുള്ള ആ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹദീസ് ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അലാ കുല്ലി ഹാൽ ഈ 2 ഹദീസും എന്താണ്? 2 ഹദീസുകളും
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ച 3 ഹദീസുകളും കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ഹക്കുകൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ഹക്ക് ആരോടാണ്? ആരോടാ? സ്ത്രീകൾക്ക് മാതാപിതാക്കളോടാണോ ഹക്ക്, അതല്ല ഭർത്താവിനോടാണോ കൂടുതൽ ഹക്ക്? യാതൊരു സംശയമില്ല, ഭർത്താവിനോടാണ്. പക്ഷേ പക്ഷേ ഇതിന്റെ അർത്ഥം എന്തല്ല, ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവിന്റെ വിഷയത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, ഉമ്മാനോടും ഉപ്പാനോടും ഒരു ഹക്കുമില്ല എന്ന രൂപത്തിൽ ദയവ് നിങ്ങൾ മനസ്സിലാക്കരുത്. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ അവരുടെ മാതാപിതാക്കളോട് പെരുമാറുന്ന പെരുമാറ്റം, സ്വന്തമായാലും ഭർത്താവിന്റെ ഉപ്പാനോടും ഉമ്മാനോടായാലും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മൾ വളരെ 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 ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം, ചില ആളുകൾ ഈ ഹദീസിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, അത് ഭർത്താവിന്റെ ഉപ്പാനോടും ഉമ്മാനോടായാലും സ്വന്തം ഉമ്മാനോട് ഉപ്പാനോടായാലും തർക്കിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഹദീസിനെ ആ രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് എന്താണ്, ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ അത്രമേൽ ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്. ഒരിക്കലും ഇത് എന്തിനുള്ള ലൈസൻസ് അല്ല, ഉപ്പയും എന്ത് പറഞ്ഞാലും ഇനി അനുസരിക്കണം. അഥവാ ചില ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനും ഉപ്പാനും അനുസരിക്കേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് ഹദീസിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങണം. നാട്ടിലുള്ള വാഇലീങ്ങളുടെ, നാട്ടിൽ വെറുതെ പ്രസംഗിക്കുന്ന ആളുകളുടെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയങ്ങൾ ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ എന്താ പറയാ, വാചാലനായി സംസാരിച്ച് ഇതിലുള്ള നമ്മൾ പാലിക്കേണ്ടതായ മര്യാദകളെ തച്ചുടക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരു കാരണവശാലും എന്തല്ല, നമ്മൾ ഈ രൂപത്തിൽ മനസ്സിലാക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ, കാരണം നമ്മളാണ് ഏറ്റവും നല്ല മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആളുകൾ. നമ്മൾ സലഫികളാണ്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വ്യക്തമായി ആ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താണ് ഷെയ്ഖ് പറയുന്നത്, ഓരോ ആളുകൾക്കും കൃത്യമായ എന്തുണ്ട്, ഹക്കുകളുണ്ട്. ഇവിടെ ഈ ഹദീസിൽ ഖതബ് എന്ന് പറഞ്ഞല്ലോ, ഇമാം അസ്സന്ദി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അല ഖതബിൻ, ഖതബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഫത്ഹതൈനി ലിൽ ജമലി കൽ ഇകാഫി ലിഗൈരിഹി വമഅനാഹു അൽ ഹസ്സു അലാ മുതാവഅതി അസ്വാജിഹിൻ. അഥവാ ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ കൂടി ഭർത്താവ് വിളിക്കുകയാണ്, എനിക്ക് നിന്നെ പ്രാപിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം, അവരെ അനുസരിക്കണം എന്ന രൂപത്തിൽ ആണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്താണ്, അഥവാ ഭർത്താവിന്റെ വിഷയത്തിൽ നിങ്ങൾ അനുസരണ കാണിക്കണം എന്ന രൂപത്തിൽ പറഞ്ഞതാണ്. വഅന്നഹുന്ന ലാ യംബഗി ലഹുന്ന അൽ-ഇംതിനാഉ ഫി ഹാദിഹിൽ ഹാല ഫകൈഫ ഫി ഗൈരിഹാ. അഥവാ സ്ത്രീകൾ, വഖീല ഇന്ന നിസാ അൽ അറബി കുന്ന ഇദാ അറദ്ന അൽ വിലാദത ജലസ്ന അലാ ഖതബ്. അഥവാ പൊതുവെ അറബി സ്ത്രീകൾ ചെയ്യാറുള്ള കാര്യമാണ്, അവർക്ക് പ്രസവം എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഈ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കും. അതെന്തിനു വേണ്ടിയാണ്, വയുഖാലു ഇന്നഹു അസ്ഹലു ലി ഖുറൂജിൽ വലദ്, കുട്ടികൾ ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാനാണ്, പുറത്തേക്ക് വരാൻ വേണ്ടി അറബികൾ ചെയ്യാറുള്ള കാര്യമാണ് എന്ത്, ഒട്ടകപ്പുറത്ത് കയറിയിരിക്കും സ്ത്രീകൾ. ഫഅറാദത്തിൽ കൽ ഹാല, ഈ ഹാലിലാണ് ഭർത്താവ് വിളിക്കുന്നതെങ്കിൽ കൂടി ഇതെന്തിനാണ് പറയുന്നത്, ആ സമയത്ത് പോലും നിങ്ങൾ അങ്ങനെ ചെയ്യണം, അവരെ അനുസരിക്കണം എന്ന് പറയുന്നത് ഇത് ഭർത്താക്കന്മാർക്കുള്ള ലൈസൻസ് അല്ല. മനസ്സിലാക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതാണ് ശേഖ് ഇവിടെ പറയുന്നത്. റസൂല് അതിന്റെ ആ വിഷയത്തിന്റെ ഗൗരവം, അഥവാ ഭർത്താക്കന്മാരെ അനുസരിക്കണം എന്ന് പറയുന്ന വിഷയത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ആ രൂപത്തിൽ പ്രയോഗിച്ചതാണ്. മനസ്സിലായില്ല? അഥവാ എന്താണ്, ഒരു ഭർത്താവ് അവളുടെ ഭാര്യയോട് പറയാണ്, എനിക്ക് നിന്നെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ അവള് അതിനോട് യോജിച്ചിട്ടില്ല എങ്കിൽ, എനിക്കിപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം, മലായിക്കത്തുകൾ അവൾ രാവിലെ ആകുന്നത് വരെ ഉറങ്ങുമ്പോൾ അവളെ ശപിക്കുമെന്നാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ റസൂല് പറഞ്ഞത് എന്താണ്, അഥവാ അതിന്റെ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും വളരെ മനോഹരമായി കൊണ്ട് എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ ഒരു ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും എന്ത് ചെയ്യാൻ പാടില്ല, പാലിച്ച അല്ലെങ്കിൽ പാലിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നിബന്ധനകൾ വെക്കുമല്ലോ അല്ലെ, ചില കല്യാണത്തിന് മുൻപേ നിബന്ധനകൾ വെക്കും. അതുപോലെ തന്നെ എന്താണ്, ചില
അഫൻ ഒരു കോള് വന്നുകൊണ്ടാണ്. അഫൻ ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? പെട്ടെന്നൊരു കോള് വന്നു. വ്യക്താണോ? അയ്യോ തൊയ്യും എന്താണ്, പല നിബന്ധനകൾ എന്ത് ചെയ്യും നമ്മൾ വെക്കാറുണ്ട്, കല്യാണത്തിന് മുന്നേ ആയാലും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന നേരത്ത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ നിബന്ധനകൾ നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഓരോ നിബന്ധന വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളത് കൃത്യമായി പാലിക്കണം. എന്നിട്ട് ഷെയ്ഖ് ചില ഉദാഹരണങ്ങൾ പറയാണ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, ചില നിബന്ധനകൾ വെക്കും. അഥവാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂല, ഭർത്താവിന്റെ വീട്ടിൽ വന്ന് നിൽക്കില്ല, കാരണം അവര് നമീമത്ത് പറയുന്ന ആളുകളാണ്, തശ്വീഷ് ഉണ്ടാക്കുന്ന ആളുകളാണ് എന്നൊരു സ്ത്രീ നിബന്ധന വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ ഫയജിബു അലൈഹി അൻ യുവഫിയ ബിദാലിക്, എന്ത് ചെയ്യണം? ആ പറഞ്ഞ ഷർത്ത് അത് പാലിച്ചിരിക്കണം. കാരണം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഊഫു ബിൽ ഉഖൂദ്, നിങ്ങൾ എന്ത് ചെയ്യണം? കരാറ് പാലിക്കണം എന്ന് പറയുകയാണ്. കരാറ് പാലിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ശേഷം ഇവിടെ പല കരാറുകളും ഇവിടെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, എനിക്ക് ഇന്ന മഹർ വേണമെന്ന് പറയാണ്, പ്രത്യേകമായ ഇന്ന മഹർ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് അവരതിൽ തൃപ്തിപ്പെട്ട് അവർ അതിൽ യോജിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞത് എങ്കിൽ അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് എന്ത്? അത് കൊടുക്കണമെന്ന്. എന്നിട്ട് കേസോട് ഉദാഹരണത്തിന് പറയുന്നത് അഷറത്തു ആലാഫ്, ഇപ്പൊ അയാൾ വലിയൊരു തുകയാണ് മഹറായിട്ട് പറഞ്ഞതെങ്കിൽ യജിബു അലൈ, അവനെന്ത് ചെയ്യണം? നിർബന്ധമായും അത് കൊടുക്കണമെന്ന് ഷെയ്ഖ് പറയാണ്. അത് നീട്ടി വെക്കാനോ അതല്ല പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് അത് നീട്ടി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. പിന്നെ ഷെയ്ഖ് അതിനോടൊപ്പം ചേർത്ത് വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് വായിക്കേണ്ട കാര്യമായി പറയുകയാണ്, ഒരിക്കലും എന്ത് വെക്കാൻ പാടില്ല? ഫാസിദായ ഷർത്ത് വെക്കാൻ പാടില്ല. എന്താണ് ഫാസിദായ ഷർത്ത് എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ ഇസ്ലാമിന് യോജിക്കാത്ത രൂപത്തിലുള്ള ഇസ്ലാമിന് യോജിക്കാത്ത വിധത്തിലുള്ള ഷർത്തുകൾ വെക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ്, ഒരാൾ ഷർത്ത് വെക്കാണ്, ഞാൻ ഹക്കുകളൊന്നും പാലിക്കൂല എന്ന് ഷർത്ത് വെക്കാണ്, അങ്ങനെയെങ്കിൽ അത് പറ്റുമോ? ഫാസിദായ ഷർത്താണ്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ പാടില്ല. രണ്ടാമത്തത് എന്താണ്, രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഭാര്യനെ തൊലാക്ക് ചെല്ലണം എങ്കിലേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഷർത്ത് വെക്കാൻ പറ്റുമോ? അങ്ങനെ വെക്കാൻ പാടില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ലാ തസ്അലുൽ മർഅതു ത്വലാഖ ഉഖ്തിഹാ ലിതദ്ഫഅ മാ ഫീ ഇനാഇഹാ ഔ ഖാല മാ ഫീ സഹ്ഫതിഹാ. ഒരിക്കൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ത്രീ അവളുടെ സഹോദരിയെ തൊലാക്ക് ചെല്ലാൻ വേണ്ടി പറയാൻ പാടില്ല, അവനോട് ആവശ്യപ്പെടാൻ പാടില്ല. സഹോദരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമായ സഹോദരിയാണ്. കാരണം വാലിഹാണ്, ഒരു ഉമ്മയിലും ഉപ്പിലും ജനിച്ച സഹോദരി കല്യാണം കഴിക്കാൻ പാടുണ്ടോ ഒരാൾക്ക്? പാടില്ല. ഇവിടെ എന്താണ് ഉദ്ദേശം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അഥവാ മുഅ്മിനീങ്ങൾ തമ്മിൽ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ എന്തല്ല, മറ്റേ നമ്മളെ ഉമ്മയുടെ ഉപ്പയുടെ ഒത്ത സഹോദരനല്ല ഇവിടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇരുവല് ആരെങ്കിലും. അലാ കുല്ലി ഹാൽ അങ്ങനെ രൂപത്തിൽ നമുക്ക് വെക്കാൻ പാടുണ്ടോ? അവളെ തൊലാക്ക് ചെല്ലണം എന്ന രൂപത്തിൽ ഷർത്ത് വെക്കാൻ പാടുണ്ടോ? ഹാദ ഷർത്ത് മുഹറം, ഈ ഷർത്ത് എന്താണ്? ഹറാമാണ്. കാരണം ഇത് മറ്റുള്ള ആളുകളോട് ചെയ്യുന്ന ഉദ്വാനാണ്, അവരോട് ചെയ്യുന്ന ശത്രുതയാണ്. ഫയഖൂനു ബാത്തിലൻ വലാ യജിബുൽ വഫാഉ ബിഹി, അത് ബാത്തിലാണ്, അത് പാലിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാത്രമല്ല ഇങ്ങനെ ഒരു ഷർത്ത് വെക്കുക എന്നുള്ളത് അസ്ല് തന്നെ, അടിസ്ഥാനം തന്നെ എന്താണ്? ഫാസിദായതാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഷർത്തുകളും വെക്കാൻ പാടില്ല. ഇവിടെ ചുരുക്കി പറഞ്ഞ ഷെയ്ഖ് ഈ ബാബ് അവസാനിച്ചു, അൽഹംദുലില്ലാഹ്. ഇവിടെ ചുരുക്കി പറഞ്ഞ ഷെയ്ഖ് പറയുന്നത് ഭർത്താവിന് ഭാര്യയോടുള്ള ബാധ്യതകളുണ്ട്, അത് നേരെ തിരിച്ചും ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും എന്തുണ്ട്? ഹക്കുകളുണ്ട്, ബാധ്യതകളുണ്ട്. അത് നിറവേറ്റപ്പെട്ടാലേ ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഇവിടെ പറഞ്ഞത്. ഈ പറഞ്ഞത് വ്യക്തമല്ലേ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്ത ബാബ് വളരെ മനോഹരമായ ബാബാണ്. ഇത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ എന്താണ് ഒരു മുഖമുദ്രയായിട്ട് മുന്നിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അൽ അസ്ലുൽ ഖാമിസ്, നമ്മൾ അഞ്ചാമത്തെ
അസ്ലിലേക്ക് കടക്കാണ്. അത്തവാലുഉ ബൈന സൗജൈൻ. എന്താണ്? നമ്മൾ ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ വിനയം ഉണ്ടാകണം. ഇത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഭാര്യ ഭർത്താക്കന്മാർ മാത്രമല്ല, മൊത്തത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിനയമുള്ള ആളായിരിക്കണം. അവന്റെ മനസ്സിലത്ത് ജനങ്ങൾക്കിടയിൽ എത്ര ഉയർന്നാലും അവൻ ആളുകൾക്ക് മുന്നിൽ വിനയുള്ള ആളുകളാകണം. അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? ബിഹസ്ബി മിന ശർരി, ഒരുവന് തിന്മയായിട്ട് മതിയാകുന്ന കാര്യമാണ് അഖാഹുൽ മുസ്ലിം, അവന്റെ മുസ്ലിം സഹോദരനെ വില കുറച്ച് കാണുക എന്നുള്ളത്. ഒരിക്കലും പാടില്ല. ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഒരാളെ പോലും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് വിനയം എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ബാസ് ആണെന്ന് എൻ്റെ ഓർമ്മ, പറഞ്ഞതായി കാണാം, നിന്നേക്കാൾ അല്ലെങ്കിൽ നീയാണ് മറ്റുള്ള ആളുകളെക്കാൾ വളരെയധികം സ്ഥാനമുള്ളവൻ എന്ന് കരുതാതിരിക്കലാണ്. നമ്മൾ ഒരാളെ കണ്ടാൽ എന്താ വിചാരിക്കേണ്ടത്? അവനാണ് എന്നേക്കാൾ ഹൈറായിട്ടുള്ളവൻ. ഇതായിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാണ്ട്. അവൻ എന്നേക്കാൾ ഹൈറായവനാണ്, അവൻ എന്നേക്കാൾ ഹൈറായവനാണ് എന്ന ചിന്തയിലായിരിക്കണം നമ്മുടെ മുസ്ലിം സഹോദരൻ നമ്മൾ കാണേണ്ടത്. ഞാൻ മുഖദ്ദിമ പറഞ്ഞതെന്ന് മാത്രം. എന്നിട്ട് ശേഖ് തുടങ്ങുകയാണ്, അത്തവാലുഉ ബൈന സൗജൈൻ, അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തുണ്ടാകണം? വിനയം ഉണ്ടാകണം എന്നാണ് ശേഖ് അടുത്ത ബാബ് അല്ലെങ്കിൽ അടുത്ത അസ്ല് കൊണ്ടുവരുന്നത്. നോക്ക്, ബാറക്കല്ലാഹു ഫീക്കും. ശേഖ് പറയാണ്, വിനയം എന്നുള്ള കാര്യം നമ്മളെ വീട്ടിൽ എന്തുണ്ടാക്കും? സക്കീന. എന്താണ് സക്കീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സമാധാനം. സആദ, അതുപോലെ തന്നെ സൗഭാഗ്യം, അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ, ഈ പറഞ്ഞ രൂപത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന കാര്യം എന്താണ്? സൗഭാഗ്യവും അതുപോലെ തന്നെ മനസ്സമാധാനവുമാണ്. വൽ കിബ്റു, വിനയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കിബിർ, അഹങ്കാരം. അത് വീട്ടിൽ ഖിലാഫാത്ത് ഉണ്ടാക്കും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ പരസ്പരം പക ഉണ്ടാക്കും. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ പരസ്പരം പക ഉണ്ടാക്കുന്ന കാര്യമാണെന്ത്? കിബിർ എന്നുള്ളത്. ഇതാണ് ശേഷം ഇവിടെ പറയാണ്, ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ അവൾ ഇൽമിയായിട്ട് അറിവിനാൽ തന്നെ എത്ര ദറജയിലെത്തിയാലും അവൾക്ക് ഇജ്തിമാഇയയിൽ അഥവാ അവളുടെ സമൂഹത്തിൽ എത്ര വലിയ സ്ഥാനം ലഭിച്ചാലും ലാ യംബഗി ലഹും അൽ ഇസ്തിഅലാ വത്തകബ്ബുർ അലാ ബഅദിഹിം, അവർക്ക് അനിവാര്യമല്ലാത്ത കാര്യമാണ്, അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ത്? ആളുകൾക്ക് മുന്നിൽ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കരുതാതിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അഹങ്കരിക്കാൻ പാടില്ല. എന്നിട്ട് ശേഖ് പറയാണ്, എത്രത്തോളം ഒരാൾ വിനയം കാണിക്കുന്നുവോ അത്രത്തോളം ആ ബന്ധം ദൃഢമാകും. ഇലാഹ ഇല്ലല്ലാഹ്. എത്ര മനോഹരമായ വാക്കാണ് ശേഖ് പറഞ്ഞത്. എത്ര കണ്ട് ഒരാൾ വിനയം കാണിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം എന്തുണ്ടാവുന്ന പറയുന്നത്? ദൃഢമുള്ളതാകും. അതുപോലെ തന്നെ ആരാണോ വിനയം കാണിക്കുന്നത് അവനാണ് ഉയരുക. സുബ്ഹാനല്ലാഹ്. നോക്കണം, പല ആളുകളോട് വിനയം കാണിക്കാത്തത് എന്താണ്? ഞാനിങ്ങനെ വിനയം കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ഞാൻ താണു പോകും. ഒന്നാമത്തെ ഹഖീഖത്ത് എന്ന് വെച്ചാൽ താണു പോകില്ല എന്നുള്ളതാണ്. ഒരാൾ വിനയം കാണിച്ചാൽ താവൂല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഹദീസ് വരുന്നുണ്ട്. ഒന്നാമത്തെ ഹഖീഖത്ത് എന്താണ്? നമ്മൾ വിനയം കാണിച്ചാൽ താണു പോകൂല എന്നുള്ളതാണ്. ഇനി താണു പോകുന്ന തന്നെ കരുതട്ടെ, ആരെ മുമ്പിലാണ് നമ്മൾ താണു പോകുന്നത്? ന്യൂനതകളുള്ള അതുപോലെ തന്നെ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ മുമ്പിലല്ലേ. അത് മനുഷ്യന്റെ മുമ്പിൽ താണാൽ നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ ആരുടെ മുമ്പിലാണ് താവാണ്ടിരിക്കേണ്ടത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം. അള്ളാന്റെ മുമ്പിലല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ താവാണ്ടിരിക്കേണ്ടത്. ഒരു ന്യൂനതയും ഇല്ലാത്ത, ഉറക്കമോ ബാധിക്കാത്ത റബ്ബിന്റെ മുന്നിൽ നമുക്ക് താഴാതിരിക്കാനല്ലേ നമ്മൾ ഓരോ ആളുകളും നോക്കേണ്ടത്. ആരെ മുമ്പിൽ തല കുനിച്ചാലും പ്രശ്നമില്ല. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നാളെ തല കുനിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ നമ്മൾ ഇവിടെ ഞാൻ വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞ് നടന്നത് എന്ത് ഉപകാരമുള്ളത്? അതുകൊണ്ട് വിനയം നമ്മൾ മുറുകെ പിടിക്കണം. നമുക്ക് സഹോദരങ്ങളെ, മനോഹരമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റൊമാൻസ് ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അഹ്മദ് അൽ ഹദീഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റൊമാൻസ് ഉണ്ട്. ഷെയ്ഖ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, ആ വാക്കാണ് ഷെയ്ഖ് ഉപയോഗിക്കുന്നത്. നോക്ക്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിന്റെ വേളയിലാണ്, ഖൈബർ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട്. ആ സമയത്താണ് സഫിയ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻത് ഹുയൈ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹ അവരെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയപ്പെടുന്നത്.
അവരുടെ ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. വകാനത്ത് എന്താണ് അറൂസൻ, കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്താണ് മരണപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ ആകെ ചെറിയ ഒരു സമയമായിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ കല്യാണം കഴിക്കുകയാണ്? സഫിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ എന്താണ് ആ അവസ്ഥയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും കൂട്ടി, സഫിയയെയും കൂട്ടിയിട്ട് മദീനയിലേക്ക് പോവാണ്. നോക്കണേ, ഇനി പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹവ്വി ലഹാ വറാഅഹു ബിഅബാഅ ثم يجلس عند بعيره فيضع ركبته فتضع صفية رجلها على ركبته حتى تركب لا إله إلا الله. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിമാറിന്റെ മേലെയാണ്, ബഈറിന്റെ മേലെയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര മൃഗത്തിന്റെ മേലെയാണ്, നമുക്കറിയാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന്റെ തൊടഭാഗം ഉണ്ടല്ലോ, നോക്ക് സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിന്റെ തൊടഭാഗം എന്ത് ചെയ്യാണ്? സഫിയ റളിയല്ലാഹു അൻഹക്ക് വെച്ചു കൊടുക്കാണ്. എന്നിട്ട് എന്താണ്? ഫതലഉ സഫിയതു റിജ്ലഹ, സഫിയ റളിയല്ലാഹു അൻഹ അവരുടെ കാൽപാദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അലാ റുക്ബതിഹി ഹത്താ തർകബ്, റസൂലിന്റെ ഈ തൊടഭാഗത്ത് ചവിട്ടി നിന്നുകൊണ്ട് ആണ് എവിടെ കയറുന്നത്? എവിടെ കയറുന്നത്? ആ വാഹന മൃഗത്തിൽ കയറുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, ആരാ റസൂൽ? ആരാ റസൂല്? മദീനയുടെ നേതാവാണ്. ഇതാ പല യുദ്ധങ്ങളും ജയിച്ച് മടങ്ങുന്ന വേളയാണ്. റസൂല് പറഞ്ഞോ വേണമെങ്കിൽ കയറിക്കോന്ന്, ഞാനിവിടെ തിരക്ക് പിടിച്ച് യുദ്ധം കഴിഞ്ഞിട്ടുള്ളത്, ആ നേരത്താണോ ഈ വണ്ടിമേൽ ഞാൻ നിന്നെ കയറ്റേണ്ടത് എന്നാണോ റസൂല് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് എന്ത് മനോഹരാണ് റസൂലിന്റെ, ആ റസൂലിന്റെ കൂടെ ജീവിച്ച ഭാര്യമാരുടെ ആ ഒരു ഭാഗ്യം നോക്ക്. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ ഭാര്യമാരുടെ ആ ഭാഗ്യം നോക്ക്, എന്ത് മനോഹരമായ ജീവിതമായിരിക്കും. എന്നിട്ട് ഇവിടെ പറയാണ്, ഷെയ്ഖ് പറയാണ്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് രീതിശാസ്ത്രം നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയതെന്ന്. വേറൊരു സംഭവം നോക്ക്, വഫീ ഖിസ്സത്തി നുസൂലി ആയത്തി തയമ്മും, നമുക്കറിയാം ആയത്തു തയമ്മുമിന്റെ ആ സംഭവം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, خرجنا مع رسول الله صلى الله عليه وسلم في بعض أسفاره حتى إذا كنا بالبيداء أو بذات الجيش انقطع يقد لي فقام رسول الله صلى الله عليه وسلم على التماسه وأقام الناس معه وليس على ما. എന്താണിത്? സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന്റെ വേളയിലാണ്, അതുപോലെ തന്നെ എന്താണ് അവരുടെ കൂടെ വെള്ളവും ഇല്ല. ആ നേരത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു മാല പൊട്ടിപ്പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു മാല പൊട്ടിപ്പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടില്ല? നമ്മളിവിടെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നിന്റെ ഒരു മാല അത് പോയത് ഞാൻ ഇനി പരതാൻ നിൽക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പരിഗണിക്കാതെ ഇരുന്നിട്ടില്ല. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാല അത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരതുകയാണ്. അപ്പൊ ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ചില ആളുകൾ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഭാഗം ഷെയ്ഖ് പറയാണ്, ചില ആളുകൾ വിചാരിക്കുന്നത് വിനയം കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മുന്നിൽ നമ്മൾ താണു പോകുമെന്ന് കരുതുന്ന ചില ആളുകളാണ്. വമിനൽ ഖത എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് തുടങ്ങുന്നത്, അത് തെറ്റായ ധാരണയാണ്. ബലിൽ അക്സ്, എന്നാൽ നേരെ തല തിരിച്ചാണ് കാര്യം. ആരെങ്കിലും തവാദു വിനയമുള്ളവനായി കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം അത് ഉയരും. എന്നിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാ അബൂ ഹുറൈറയുടെ ഒരു ഹദീസ് കൊടുക്കുകയാണ്. ഏതാണ് ആ ഹദീസ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരിക്കലും സദഖ എന്ത് ചെയ്യൂല, നമ്മളുടെ സമ്പത്തിനെ കുറച്ച് കളയുകയില്ല, നമ്മളുടെ സമ്പത്തിനെ കുറച്ച് കളയുകയില്ല. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ആരെങ്കിലും ഒരാളോട്
വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവമാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാണ് എനിക്ക് ഇന്ന് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരാൾ നമ്മളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ പുറത്തുനിന്നിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. ഇനിയാണ് നമ്മളുടെ ഭാഗം. എന്താണത്? വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. എന്താണത്? ആരാണോ അള്ളാഹുവിന് വേണ്ടി, ഇത് നമ്മൾ പ്രത്യേക അടിവരയിട്ട് മനസ്സിലാക്കണേ, ആരാണോ അള്ളാഹുവിന് വേണ്ടിയേ ആരാണോ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത്, ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്തും. അള്ളാഹു അവനെ ഉയർത്തും. ചില ഹദീസിന്റെ റിവായത്തിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചു എന്നാണ്. മുകളിലേക്ക് കാണിച്ചു അഥവാ അള്ളാഹു ഉയർത്തുന്നു. കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു എന്നാണ്, ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, ഇവിടെ ഈ വിനയം എന്നുള്ള ഈ സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മളെ ഈ കാലഘട്ടത്തിൽ അതില്ലാതായി പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ദീനുള്ള ആളുകളാണെന്ന് തന്നെ കരുതട്ടെ, അവരിൽ പോലും കണ്ടുവരാത്ത കാര്യമാണ് എന്ത്? വിനയം എന്നുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതായി കാണാം ചില മതവിദ്യാർത്ഥികളെ കുറിച്ച്. അവർ പറയാണെന്ത്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അവർ കാട്ടറബികളെക്കാളും എന്താണ് പരിതാപകരമാണ് അവരുടെ അവസ്ഥ. അവരാളുകളെ കണ്ടാൽ ചിരിക്കുന്നില്ല, അവരാളുകളെ കണ്ടാൽ സലാം പറയുന്നില്ല. എന്നാൽ യഥാർത്ഥ ഇൽമുള്ള ആളുകൾ എന്താണ്, അവർക്ക് അറിവ് അനുസരിച്ച് എന്ത് ചെയ്യും, അവരുടെ വിനയം വർദ്ധിക്കും അല്ലേ? പൊതുവെ പറയപ്പെടാറുണ്ട്. എങ്ങനെയുള്ള ചില്ലയെ താണുക, എങ്ങനെയുള്ള ചില്ലകളാണ്. ഇപ്പൊ ഒരു മാങ്ങ മരം എടുക്കുകയാണ്. ആ മാങ്ങ മരത്തിൽ ഒരൊറ്റ മാങ്ങയില്ല. അങ്ങനെയെങ്കിൽ അതിന്റെ ചില്ല എങ്ങനെ ഉണ്ടാവാ? ചില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കൊമ്പ്. അതെങ്ങനെ ഉണ്ടാവാ? നേരെ ഉണ്ടാവും അല്ലേ? എന്നാൽ ധാരാളം മാങ്ങകൾ, ധാരാളം ഫലങ്ങളുള്ള ഒരു മാങ്ങമരം, ആ മാങ്ങമരത്തിന്റെ ചില്ല എങ്ങനെ ഉണ്ടാവുക? വളരെ താണ്ടാവുക അല്ലേ? ഇതുപോലെയാണ് ഇൽമുള്ളവനാണോ അവനിൽ നിങ്ങൾക്ക് ബാഹ്യമായി തന്നെ വിനയം കാണാൻ സാധിക്കും. അവനിൽ ബാഹ്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? വിനയം കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? നാട്ടുകാരോട് വിനയത്തിലും മനോഹരമായിട്ടും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് അവരോട്, അതാണ് ശൈഖ് പറയുന്നത്. എന്താണ്? ഇവിടെ ചില ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് നല്ല രൂപത്തിൽ എന്ത് ചെയ്യും? പെരുമാറും. എന്നാൽ വീട്ടുകാരോടോ ഒരു വിനയം ഉണ്ടാവില്ല അല്ലേ? ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാര്യയോട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവളത് എടുത്തു തരുന്നത് വരെ എണീക്കാത്ത ആളുകളുണ്ട്. അഥവാ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അവളെന്നെ കൊണ്ടുവരട്ടെ. ഇത് വിനയാണോ? ഇതിന് വിനയം എന്നാണോ പറയാ? വല്ലാഹി ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തം നമ്മൾ മനസ്സിലാക്കണം. ആടുന്ന് നമുക്ക് എണീറ്റ് പോയിട്ട് എടുക്കാനുള്ളത് ഉണ്ടാവും, എന്നാലോ അത് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ദഖീഖായ അഥവാ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന, നമ്മൾ പോലും അറിയാണ്ടായിരിക്കും എന്ത് നമ്മളിലേക്ക് വന്നു തരിക, കിബർ വന്നു തരിക. അത് നമ്മളെ മനസ്സിൽ അണുമണിയോളം ഉണ്ടെങ്കിലോ, എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ദാ ഒരു ഉറുമ്പിന്റെ കാലടിയോളം കിബർ ഹൃദയത്തിലുള്ളവൻ എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാര്യം. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മമായി നമ്മൾ എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അത് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി അംഗീകരിക്കുന്ന കാര്യമാണോ ഞാൻ കിബറാനാന്ന്? ആരെങ്കിലും പറയോ? പറയുന്ന ആൾക്കാരുണ്ട്, അത് പിന്നെ തലതിരിഞ്ഞ ആളുകളാണ്. അവരെ വിഷയം വിട്. ഇവിടെ നമ്മൾ ആഖിറത്തിലും ഖിയാമത്ത് നാളിലൊക്കെ വിശ്വസിക്കുന്ന നമ്മളെ കാര്യമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ പറയും ഞാൻ അഹങ്കാരിയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി പറയും ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഒരിക്കലും പറയൂല. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഞാനിതിന് താണു കൊടുക്കണം എന്നൊരു മെന്റാലിറ്റിയാണ് നമുക്കുള്ളത് എങ്കിൽ, ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമതായി നമ്മൾ സ്വന്തത്തെ എന്ത് ചെയ്യണം? നന്നായി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ആഖിറത്തിൽ വിജയിക്കാം. ഒരു അസ്ലും കൂടി എടുക്കാമല്ലേ? ചെറിയൊരു അസ്ലാണ്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താൻ എന്താണ് ചെയ്യേണ്ടത്? ചെറിയ അസ്ലാണ് അടിസ്ഥാനം. കൂടുതൽ സമയമാകുമ്പോൾ ആളുകൾക്ക് ചടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു അസ്ലും കൂടിയും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് തീരുമെന്ന് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. ആറാമത്തെ അസ്ൽ എന്താന്ന് വെച്ചാൽ
അൽ മുആമലത്തുൽ ഹയ്യിനത്തുൽ ലയ്യിനത്തു സഹല. ഏകദേശം ഒരേപോലത്തെ കാര്യം തന്നെയാണ് വിനയം. അടുത്തത് പറയുന്നത് ആളുകളോട്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയമാണ്. ആളുകൾ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. അഥവാ നമ്മൾ ഭർത്താക്കന്മാര് ഭാര്യമാരോടായാലും ഭാര്യമാർ ഭർത്താക്കന്മാരോടായാലും എളുപ്പത്തിൽ പെരുമാറണം. അഥവാ നമ്മൾ സഹലായിരിക്കണം. ഒരു ഒരു റഫ് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അല്ല, ചില ഭാര്യമാർ സുബ്ഹാനല്ലാഹ് ഭർത്താക്കന്മാരോട് എന്തെങ്കിലും കാര്യം പറയാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, മൂപ്പര് കുറച്ച് റഫ് സ്വഭാവം. നിങ്ങൾ ഒന്നും വേണ്ട, ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസ് കേട്ടപ്പോൾ റസൂൽ എങ്ങനെയാണ് ഭാര്യമാരോട്, റസൂൽ എങ്ങനെ നോക്ക്, റസൂല് കാഹലിന്റെ തൊട വെച്ചു കൊടുക്കാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനോട് ഒരു ഭാര്യക്ക് പ്രശ്നം ഉണ്ടായാൽ എന്തെങ്കിലും തുറന്നു പറയാൻ പേടി ഉണ്ടാവുമോ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണം. ഒരു ഭർത്താവ് ഡൗൺ എർത്താണ്, ആള് വളരെ വിനയുള്ള വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനോട് ഒരു ഭാര്യക്ക് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയാൻ ഒരു പേടി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശേഷ് ഇവിടെ ഈ ബാബു കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലായാലും നാട്ടിലായാലും, പ്രത്യേകിച്ച് വീട്ടിൽ എങ്ങനെയായിരിക്കണം? വളരെ സഹലായിരിക്കണം. നോക്ക്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ റസൂൽ അത്രയും തിരക്കുള്ള സമയത്ത് എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്? വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ സഹല. റസൂൽ വളരെ എളുപ്പമുള്ള ഒരു വ്യക്തിത്വമാണ്. നോക്ക് സഹോദരങ്ങളെ, ഇത് എന്താണ്? ആളുകൾക്ക് നമ്മളോട് അടുക്കാൻ തോന്നണം. അങ്ങനെ ആയിരിക്കണം എന്ത് നമ്മളെ സ്വഭാവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? ഈ രൂപത്തിലായിരുന്നു. കാരണം ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സഹൽ എന്ന് പറഞ്ഞാൽ സഹലുൽ ഖുലുഖി, അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്? വളരെ ലളിതമായ, ആർക്കും അടുക്കാൻ പറ്റിയ നല്ല സ്വഭാവമായിരുന്നു. കമാ ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും റസൂലേ അങ്ങ് മഹത്തരമായ സ്വഭാവത്തിനുടമയാണ്. വഫീഹി ഹുസ്നു മുആശറത്തിൽ അസ്വാജ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോട് ഏറ്റവും മനോഹരമായ രീതിയിൽ പെരുമാറിയിരുന്നയാളായിരുന്നു. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറുമ്പോൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പെരുമാറിയിരുന്നത്. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ എന്ത് ചെയ്യാണ് പറയാണ്, ഫഅലാ കുല്ലി ഹാലിൽ വാജിബി ഫഅലാ കുല്ലി ഹാൽ അൽ വാജിബു അലൽ ഇൻസാനി ഇദാ കാന യുഹിബ്ബു അൻ യഹ്യ ഹയാതൻ സഈദ. ഒരുത്തൻ വിചാരിക്കുകയാണ് എനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, സഈദായ സൗഭാഗ്യമായ ജീവിതം എനിക്ക് കൈവരിക്കണം, ജീവിക്കണം, മുത്മഇന്ന മനോഹരമായ ശാന്തതയുള്ള ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യമായി ഷെയ്ഖ് റഹിമഹുല്ല പറയാണ്. ഇബ്നു ഉസൈമീനാണ് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മഹാനായ പണ്ഡിതൻ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല വന്ന് പറയുന്ന കാര്യമായിട്ട് ചിന്തിക്കണം. എന്താണ്? അവനവൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. നമുക്ക് സഹോദരങ്ങളെ, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഭാര്യയും അവൾ നല്ല ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏറ്റവും മനോഹരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോടും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? പെരുമാറണം. ഇനി നേരെ ഓപ്പോസിറ്റാണ് കാര്യമെങ്കിൽ ജീവിതം എന്തായിരിക്കും? വളരെ വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും. ഈ പ്രയാസകരമായ ജീവിതം ആരിലേക്കും ബാധിക്കും? അത് മക്കളിലേക്കും ബാധിക്കും. അവരുടെ പ്രയാസങ്ങൾ ഒരു മക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലുള്ള ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഭർത്താവും ഭാര്യയും പ്രയാസപ്പെടുന്ന വീട്ടിലുള്ള മക്കളും എന്തായിരിക്കും? അവരും വളരെ പ്രയാസത്തിലായിരിക്കും. അവർ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാണുന്നതിനനുസരിച്ച് യതഅല്ലമൂന വയൻസഇജൂൻ, ഷെയ്ഖ് പറയാണ്, അവർ പ്രയാസപ്പെടുന്നുണ്ട്, അവരുടെ ഹൃദയം നുറുങ്ങുന്നുണ്ട്. എത്രയോ വീട്ടിലില്ലേ ആളുകൾ സുബ്ഹാനല്ലാഹ്, മക്കൾ മുന്നിലുണ്ടായിരിക്കുക അവരുടെ മുന്നിൽ വെച്ച് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു മനസ്സാണ് അവരുടേത്. കുഞ്ഞു മനസ്സാണ്. അവർ കേൾക്കുന്ന മുറിവുകൾ അത് തേച്ചാലും മാച്ചാലും പോവില്ല. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഉൽഫത്ത, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും അവർ കാണുന്നത് മനോഹരമായ നല്ല രൂപത്തിലുള്ള നല്ല പെരുമാറ്റങ്ങളും മറ്റുമാണെങ്കിലോ അതുകൊണ്ട് സന്തോഷിക്കും. ആ കുഞ്ഞു ഹൃദയങ്ങൾ ഇത് കണ്ട് മനോഹരമായി സന്തോഷിക്കും എന്ന് പറയണം. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന
ഈ കാര്യങ്ങൾ ഓരോ ആളുകളും നിങ്ങളെ മനസ്സിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയാണ്, ഫഅലൈക യാ അഖീ, അതുകൊണ്ട് എൻ്റെ സഹോദര, നിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള, നിന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യം ബിൽ മുആശറതി ബിൽ മഅറൂഫ്, ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്. നേരെ തിരിച്ചും ഭാര്യയായാലും എന്താ ചെയ്യേണ്ടത്? ഭർത്താക്കന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിക്കുക. ഇതിൽ നിന്നൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഭാര്യയായാലും ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ് കേട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈമാനികമായ വർധനം ഉണ്ടാകും. ഇന്ന കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാകും. ഒരുപക്ഷെ ഇത് ഭർത്താവ് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. അത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അല്ലെങ്കിൽ നേരെ തിരിച്ചും ഭാര്യ ഇത് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വളരെ മനോഹരമായ രൂപത്തിൽ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അല്ലാണ്ട് ഒരു ഭാഗത്തുള്ള ആൾക്കാർ മാത്രം കുറേ കാര്യങ്ങൾ പഠിച്ച്, ഭർത്താവാണെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അവരോട് പെരുമാറേണ്ട പെരുമാറ്റം എങ്ങനെയാ? ഒരു ഒരു പരിചയമില്ലാത്ത ആളോട് പെരുമാറുന്ന പോലെ ഒരിക്കലും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അറിവില്ലായ്മ വ്യാപകമാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളോട് റഹ്മത്ത്, ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറഞ്ഞ പോലെ ഹാദാ സമാനു റിഫ്ഖ്, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അനുകമ്പയുടെ, ആളുകളോട് കാരുണ്യം കാണിക്കേണ്ട കാലഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു സ്വഭാവം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ പറ്റും. യുവാക്കളോട്, അഥവാ ഈ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അവർ വളരെ ഫിത്നയിലുള്ള കാലഘട്ടത്തിലാണുള്ളത്. ഷെയ്ഖ് പറയാണ്, അല്ലെ, അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു വ്യക്തി പറയാണ്, റസൂലെ, അങ്ങ് എനിക്ക് വ്യഭിചരിക്കാൻ എന്ത് ചെയ്യണം? അനുവാദം തരണം എന്ന് റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരാൾ പറയാണ്. കൂടെ ഉണ്ടായിരുന്ന സഹാബിമാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ തുറച്ചു നോക്കാനും മറ്റും നോക്കിയപ്പോൾ റസൂല് വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ നിന്റെ ഉമ്മയിൽ ഇത് തൃപ്തിപ്പെടുവോ അഥവാ വ്യഭിചരിക്കാൻ? പറഞ്ഞില്ല. നിന്റെ സഹോദരി ഇല്ല, നിന്റെ ഭാര്യ ഇല്ല. റസൂല് പറയാണ്, ഇതുപോലെ തന്നെയായിരിക്കും നീ ഉദ്ദേശിക്കുന്ന ഈ സ്ത്രീ, ഒന്നിക്കൽ അവൾ ഉമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, സഹോദരിക്കാം എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയാണ്, ഈ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അന്നത്തെ കാലഘട്ടത്തിനേക്കാളും വലിയ ഫിത്നയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റസൂൽ അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? ഏറ്റവും റിഫ്കോട് കൂടിയാണ്. സഹാബിമാരെ അവരെ തുറച്ചു നോക്കുകയും പലതും പറയാൻ നിൽക്കുന്ന സമയത്ത് റസൂൽ എന്താ പറഞ്ഞത്? വളരെ മനോഹരമായിട്ട് അവരോട് കാര്യം കൈകാര്യം ചെയ്യാണ്. എന്നിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം കരയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹത്തിന് വിങ്ങിപ്പൊട്ടി കരയാണ്. കാരണം ഈ കാലഘട്ടത്തിലുള്ള യുവാക്കൾ അത്രയും ഫിത്നയിലാണ്, അല്ലേ? അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ മുന്നിൽ വന്നു പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് നേരെ നോക്കി നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് താഴെ നോക്കി നടന്നാൽ ആ താഴെയും ഫിത്നയാണ്. പല ഫോട്ടോസുകളും അത് നമുക്ക് റോട്ടിലും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ യുവാക്കൾ അനുഭവിക്കുന്ന വേദന, പ്രയാസം നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി നമ്മളെ പള്ളിയിലേക്ക് വരുന്ന യുവാക്കൾ ചിലപ്പോൾ അവരുടെ കോലം ഒരു പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം തോന്നുന്ന രൂപത്തിലായിരിക്കും. പക്ഷെ അവരോട് ഏത് രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടത്? ഒരു നിലക്കും വളരെ കഠിനമായിട്ടാണോ? അല്ല, വളരെ മനോഹരമായി റിഫ്കോട് കൂടി പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് ദീനോട് തന്നെ ഹുബ് ഉണ്ടാവും. നേരെ തിരിച്ചാണെങ്കിലോ അവര് ദീനിട്ട് എറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അലാ കുല്ലി ഹാൽ, ഈ ഒരു റിഫ്ക് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് നമ്മളെവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്. നമ്മളെ വീടായിരിക്കണം നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് ഈ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങേണ്ടത്. അല്ലാണ്ട് നാട്ടുകാരോട് മൊത്തം നല്ല രൂപത്തിൽ പെരുമാറി നമ്മളെ പ്രാക്ടീസും റിഹേഴ്സലും ഒക്കെ അവിടെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സിംഹത്തിനെ പോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും നാട്ടുകാർ നമ്മളൊപ്പം ഉണ്ടാവുകയില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആരാ ഉണ്ടാകുക നമ്മുടെ മുന്നിൽ? നമ്മളെ ഭാര്യമാർ, നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെയാണ്. മനസ്സിലാക്കണം. ആലോചിച്ചോക്ക്, അള്ളാന്റെ റസൂലിന് ആദ്യമായിട്ട് വഹി ഇറങ്ങുമ്പോൾ റസൂൽ ഓടിപ്പോയത് ആരിലേക്കാ ഓടിപ്പോയത്? നേരെ ഖദീജയുടെ അടുക്കലേക്കാണ്. കാരണം അറിയാം, ഖദീജ റളിയല്ലാഹു അൻഹയാണ് അവരെ ഏത് സമയത്തും സഹായിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഇവിടെ അത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ചില ആളുകൾ ഹയ്യനുൻ ലയ്യനുൻ സഹ്ലുൻ അത്തആമുലു ഖാരിജൽ ബൈത്ത്, വീടിന് പുറത്ത് വളരെ മനോഹരമായി സഹലായിട്ടൊക്കെ പെരുമാറും അവരുടെ കൂട്ടുകാരൊപ്പരും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരോടൊക്കെ. ലാക്കിന്നഹു മഅ അഹ്ലിഹി, എന്നാ വീട്ടുകാരോടോ നേരെ ഓപ്പോസിറ്റ് ആണ്. ഷദീദുൻ ഫദ്ദുൻ ഗലീദ്, വളരെ പരിക്കൻ സ്വഭാവമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഈ ബാബും അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ 6
അസ്ലാണ്. 6 അടിസ്ഥാനാണ് നമ്മൾ വായിച്ചത്. ഇനി അടുത്തത് അഷ്ഷഫഖത്തു ബൈന സൗജീനാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദർസിൽ എടുക്കാം. ഇൻഷാ അല്ലാഹ് ഇതുവരെ പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? തൊയ്യും ഞാൻ പറഞ്ഞതിൽ വല്ല ഖൈറും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റോ തിന്മയോ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ചെലവഴിച്ച സമയം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ നന്മയുടെ മീസാനിൽ ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലാ വഅലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.